സംസ്ഥാനത്ത് മഴ തുടരുകയാണ്. തിരുവനന്തപുരം ഉൾപ്പെടെ 4 ജില്ലകളിൽ അതിതീവ്ര മഴ മുന്നറിയിപ്പാണ്. ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രവും അറിയിച്ചു. കെ പ്രശാന്ത് ചേരുകയാണ്. പ്രശാന്ത്, എങ്ങനെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അടക്കമുള്ളത്? മഴക്കെടുതി എത്രത്തോളം രൂക്ഷമായി തുടരുന്നു? സ്വപ്ന, സംസ്ഥാനത്ത് മഴ വീണ്ടും കനക്കുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. 4 ജില്ലകളിൽ തിരുവനന്തപുരം, കൊല്ലം, എറണാകുളം, തൃശൂർ ഉൾപ്പെടെ 4 ജില്ലകളിൽ വരുന്ന 3 മണിക്കൂറിൽ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. പത്തനംതിട്ട, ഇടുക്കി ഉൾപ്പെടെയുള്ള ജില്ലകളിൽ മിതമായ രീതിയിൽ മഴ എത്തുമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിലുള്ള കാലാവസ്ഥ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം വ്യക്തമാക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ, അതായത് ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പുകൾ കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകണമെന്നാണ് ജനങ്ങളോട് കാലാവസ്ഥാ വകുപ്പ് വ്യക്തമാക്കിയിട്ടുള്ളത്. ഉയർന്ന പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ വലിയ നിലവിൽ, അതായത് മണ്ണിടിച്ചിലടക്കമുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ മലയോര മേഖലകളിലെ ഉയർന്ന പ്രദേശങ്ങളിലുള്ളവർ കരുതലോടെ തന്നെ ഇരിക്കണം. ഒപ്പം തന്നെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാനുള്ള സാധ്യതയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടതാണ് തിരുവനന്തപുരം അടക്കം. ഇതിപ്പോൾ നമ്മൾ കിള്ളിയാറിൻ്റെ കരയിലാണുള്ളത്. ഇന്നലെ വലിയ രീതിയിൽ വെള്ളം കയറിയ കിള്ളിയാറാണ്. ഇന്നിപ്പോൾ പക്ഷേ വെള്ളം താന്നിട്ടുണ്ട്. എങ്കിൽ പോലും മഴക്കെടുതി, അത് വെള്ളം കയറിയ വീടുകളിൽ പൂർണ്ണമായും ശുചീകരണ പ്രവർത്തനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. ഇപ്പോഴും ആ പ്രവർത്തനങ്ങളാണ് പല മേഖലകളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. വലിയ ദുരിതമാണ് കിള്ളിയാറടക്കം കരകവിഞ്ഞതിലൂടെ നാട്ടുകാർക്ക് ഉണ്ടായിട്ടുള്ള. റോഡുകൾ വെള്ളത്തിനടിയിൽ, ഒപ്പം തന്നെ വീടുകളിലേക്ക് മുഴുവൻ വെള്ളം കയറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതോടൊപ്പം തന്നെ തീരദേശ മേഖലയിലും ശക്തമായ രീതിയിൽ മഴ പെയ്തു തുടങ്ങിയതോടെ വലിയ രീതിയിലുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് തിരമാലകൾ 0.3 മീറ്റർ മുതൽ 1.5 മീറ്റർ വരെ ഉയരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായ കടലാക്രമണത്തിന് കൂടി സാധ്യതയുണ്ട്. ആ സാഹചര്യത്തിൽ തീരദേശ മേഖലയിലുള്ള ആളുകൾ ജാഗ്രതയോടെ ഇരിക്കണമെന്നും മുന്നറിയിപ്പുകളില്ലാതെ മത്സ്യബന്ധനത്തിന് പോകരുതെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക്, പ്രധാനമായും ക്യാമ്പുകളടക്കം തുറന്നിട്ടുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിലേക്ക് മാറണം എന്നുള്ളതാണ് നൽകിയിട്ടുള്ളത്. സംസ്ഥാന സർക്കാരിൻ്റെ നിർദ്ദേശം എന്ന് പറയുന്നത് ക്യാമ്പുകൾ കൃത്യമായി തുറക്കാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നിലവിലുള്ള എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും എല്ലാം തന്നെ പൂർത്തിയായതെന്നാണ് റവന്യൂ മന്ത്രി നേരത്തെ വ്യക്തമാക്കിയിരുന്നത്. അധിക മഴ ലഭിക്കാനുള്ള ഒരു സാധ്യത നിലവിൽ സംസ്ഥാന സർക്കാർ കാണുന്നുണ്ട്. അത്തരമൊരു സാഹചര്യം വന്നാൽ കുറെ കൂടി അപകടകരമാവുന്ന ഒരു അവസ്ഥയിലേക്ക് സംസ്ഥാനത്തെ സാഹചര്യങ്ങൾ മാറിയേക്കാം. എങ്കിൽ പോലും ദ്രുതഗതിയിൽ നിലവിൽ രക്ഷാപ്രവർത്തനങ്ങളോ അതിന് ആവശ്യമായ സംവിധാനങ്ങളോ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഏതായാലും നിലവിലെ സാഹചര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ച പോലെ വരുന്ന 3 മണിക്കൂറിൽ ഈ പറഞ്ഞ ജില്ലകളിൽ ശക്തമായ മഴയുണ്ടാവും. ഒപ്പം തന്നെ 4 ജില്ലകളിലാണ് ഇപ്പോൾ ഓറഞ്ച് അലർട്ട് ഉള്ളത്. 4 ജില്ലകളിൽ യെല്ലോ അലർട്ടും നിലനിൽക്കുന്നുണ്ട്. ഈ ജില്ലകളിൽ കുറെ കൂടി ജാഗ്രതയോടെ മുന്നോട്ട് പോകാൻ ജില്ലാ ഭരണകൂടങ്ങൾക്ക് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വപ്ന, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്. സംസ്ഥാനത്ത് വരുന്ന 5 ദിവസം കൂടി കനത്ത മഴ തുടരും എന്ന് തന്നെയാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്.